പഞ്ചസാരയ്ക്ക് നമുക്കറിയാം ലോകത്തെവിടെയും ഒരു വില്ലൻ പരിവേഷമാണ് ഉള്ളത്. കാരണം ഈ പഞ്ചസാര എന്ന് പറയുന്നത് എടുക്കുന്നത് ഏതിൽ നിന്നാണെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് കരിമ്പിൽ നിന്നാണ് പഞ്ചസാര എടുക്കുന്നത്. പക്ഷേ പഞ്ചസാര എടുക്കുമ്പോൾ അതിനകത്ത് പല കെമിക്കലുകളും ചേർത്ത് രൂപമാറ്റം വരുത്തിയാണ് ആ പഞ്ചസാര എന്നുള്ള വൈറ്റ് വെള്ളത്തരിയായിട്ട് നമുക്ക് കിട്ടുന്നത്. പക്ഷേ എന്നാൽ പഞ്ചസാരയുടെ വശം അതാണെങ്കിലും കരിമ്പിൻ ജ്യൂസ് എന്ന് പറയുന്നത് മനുഷ്യന് ഏറ്റവും ഉത്തമമായ ഒരു ആരോഗ്യ പാനീയമാണ്. എവിടെ കരിമ്പിൻ ജ്യൂസ് കണ്ടാലും നിങ്ങൾ കുടിക്കാതെ വിടരുത്. കാരണമെന്ന് പറയുന്നത് കരിമ്പിൻ ജ്യൂസിലൂടെ നമുക്ക് ലഭിക്കുന്നത് ശരീരത്തിന് ഊർജം, ഒരുപാട് വിറ്റാമിനുകൾ കിട്ടുകയാണ്. നമുക്ക് പ്രകൃതിയിൽ കിട്ടുന്ന വേറെ യാതൊരു ദോഷഫലങ്ങളുമില്ലാത്ത വലിയ നല്ല പാനീയമാണ്. പെട്ടെന്ന് ശരീരത്തിൻ്റെ ഗ്ലൂക്കോസൊക്കെ ഉയർത്തുന്നു. ആ ശരീരത്തിൻ്റെ ഗ്ലൂക്കോസ് ഉയർത്തുന്നു എങ്കിലും അതിൽ നമുക്കറിയാം ഈ പഞ്ചസാര ഉയർത്തുന്നത് പോലെയല്ല, ധാരാളം ഗുണഫലങ്ങൾ ഇതിനകത്ത് ഉള്ളതാണ്. മഞ്ഞപ്പിത്തം പോലുള്ള അസുഖമുള്ളവർക്കും ഈ കരിമ്പിൻ ജ്യൂസ് കുടിക്കാൻ വളരെ നല്ലതാണ്. കരിമ്പിൻ ജ്യൂസ് എപ്പോഴും ആരോഗ്യദായകമാണ്. നമ്മൾ ഈ പഞ്ചസാരയെ പേടിക്കണം, പക്ഷേ കരിമ്പിൻ ജ്യൂസിനെ ഒരിക്കലും പേടിക്കേണ്ട. പക്ഷേ എങ്കിലും വേറെ ഒരു കാര്യം പറയാം. നമുക്കറിയാം പ്രമേഹ രോഗികൾക്കാണെങ്കിൽ മധുരം നിയന്ത്രിതമായ ഏത് മധുരമായാലും ഇപ്പോൾ പഴവർഗ്ഗങ്ങളായിരുന്നാൽ പോലും അവർക്ക് നിയന്ത്രിതമായ ഇതിൽ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രമേഹ രോഗികളാണെങ്കിൽ അവർ ഈ കരിമ്പിൻ ജ്യൂസ് ആയാലും വളരെ ശകലമേ കുടിക്കാൻ പാടുള്ളൂ. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കിതിൻ്റെ ഒരു പ്രശ്നം വേറൊന്നുമല്ല. പെട്ടെന്ന് ഇത് രക്തത്തിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ശരീരം ആഗിരണം ചെയ്യുകയും അതോടൊപ്പം എന്ത് ചെയ്യുന്നു, ശകലമെങ്കിലും നമ്മുടെ ഗ്ലൂക്കോസിനെ ഉയർത്തുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് പ്രമേഹ രോഗികൾക്ക് അത്രയും ഉത്തമമല്ല. പക്ഷേ പല രോഗങ്ങൾക്കും പ്രതിവിധിയാണ്. ഒരുപാട് വിറ്റാമിനുകൾ, മിനറൽസുകൾ, ധാതുക്കൾ, ലവണങ്ങൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇതെല്ലാം ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കരിമ്പിൻ ജ്യൂസ് എവിടെ കണ്ടാലും കുടിക്കാം. അത് നിങ്ങളുടെ ആരോഗ്യത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും, യാതൊരു സംശയവുമില്ല. കരിമ്പിൻ ജ്യൂസ് ആളൊരു പുലിയാണ്.